യേശുക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ഏറെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക, ജീവിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യവും ആഗ്രഹവും. പക്ഷെ പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല. എന്നാൽ ഒരു പരിധിയെങ്കിലും നമുക്ക് സാധിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ വളരെ ലളിതവും എന്നാൽ നമുക്കെല്ലാവർക്കും സ്വീകാര്യവുമായ ആരോഗ്യപ്രദമായ കാര്യങ്ങൾ ഈ ദിവസങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളത് പഠിക്കുന്നു, പരിശീലിക്കുന്നു എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറലായിട്ടുള്ള ഒരു മൗത്ത് വാഷാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മൗത്ത് വാഷ് നമ്മൾ പലരും ഉപയോഗിക്കുന്നതാണ്. പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു. ചിലരൊക്കെ കഴിഞ്ഞ ദിവസം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാൾ പറഞ്ഞ മൗത്ത് വാഷ് ഉപയോഗിച്ച് വായുടെ ടേസ്റ്റ് പോയി എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയത്തില്ല എന്തൊക്കെ കെമിക്കലൊക്കെയാണ് ഇതിനകത്ത് ചേരുന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് വളരെ നാച്ചുറലാണ്. 100% നിങ്ങളുടെ വായ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാത്രമല്ല പല്ലുവേദന, വായ്ക്കകത്തെ ഇൻഫെക്ഷൻ, വായുനാറ്റം അതിനുള്ള ഏറ്റവും ഉത്തമമായ ഒരു മൗത്ത് വാഷ് ആയിരിക്കും ഇത്. വളരെ കുറച്ച് കാര്യങ്ങൾ മതി. 3 കാര്യങ്ങൾ. ഇലഞ്ഞിയുടെ തൊലി, പേരയുടെ കൂമ്പ്, ഉപ്പ്. ഈ 3 കാര്യങ്ങൾ മതി. ഇലഞ്ഞി നിങ്ങളുടെയൊക്കെ വീടുകളിൽ കാണും. ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് വെച്ച് പിടിപ്പിക്കണം. കാരണം അതൊരു സർവ്വരോഗ സംഹാരിയാണ് ഇലഞ്ഞി. ഇത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഇലഞ്ഞി ഞാനൊന്ന് കാണിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ആശ്രമത്തിൽ നിൽക്കുന്ന ഇലഞ്ഞിയാണ്. ഇത് ചെറുതാണ്, വെച്ച് പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ തൊലിയല്ല ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, വേറെ വലിയ മരത്തിൻ്റെ തൊലിയാണ്. ചെറിയ മരത്തിൻ്റെ തൊലി എടുത്താൽ ചിലപ്പോൾ ഇത് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളർന്ന് വലുതായ ഇലഞ്ഞിയുടെ തൊലി എടുത്താൽ ഒരു കുഴപ്പമില്ല. ഓരോ ആഴ്ച കഴിയുമ്പോഴും അത് ആ തൊലി വന്ന് മൂടിക്കൊള്ളും, പുതിയ തൊലി വന്ന് മൂടിക്കൊള്ളും. അപ്പോൾ ഇതാണ് ഇലഞ്ഞി. ഇത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ നോക്കുകയാണ്. വളരെ സിമ്പിളാണ്. ഇത് 3 കൂടി, ഈ ഇലയും ഇലഞ്ഞിയുടെ തൊലിയും ഉപ്പും കൂടി 1 ഗ്ലാസ് വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അളവാണിത്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു 4-5 ഇല, കൂമ്പ് ഇല, ഒരു 20 ഗ്രാം ഇലഞ്ഞിത്തൊലി, 1 ടീസ്പൂൺ ഉപ്പ്. ഇത് 3 കൂടി ഒരു 5 മിനിറ്റ് സമയം നല്ല ശുദ്ധജലത്തിൽ തിളപ്പിച്ചെടുക്കുക. ചെറിയ ചൂടോടുകൂടി ഗാർഗിൾ ചെയ്യുക. നമ്മളിനി അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊന്ന് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൗത്ത് വാഷ് റെഡിയാണ്. ചെറിയ ഒരു ചൂടോടുകൂടി നിങ്ങൾക്ക് ഇത് ഗാർഗിൾ ചെയ്യാം. വൈകുന്നേരങ്ങളിലും രാവിലെ. വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഗാർഗിൾ ചെയ്യുക, രാവിലെ ഗാർഗിൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് പല്ലുവേദനയുണ്ടോ? നിങ്ങൾക്ക് പല്ലുവേദനയുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഇലഞ്ഞിയുടെ തൊലി, ഉപ്പ്, പേരയുടെ ഇല, ഇതേ സംഭവം ഇത് നിങ്ങൾക്ക് ഗാർഗിൾ ചെയ്താൽ മതി. പെട്ടെന്ന് ആ പല്ലുവേദന മാറിക്കിട്ടും. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നാച്ചുറലാണ് എന്നതോടൊപ്പം തന്നെ യാതൊരുവിധ ചിലവുകളുമില്ല. നമ്മൾ പുറത്തു പോയി ഒരു മൗത്ത് വാഷ് വാങ്ങിക്കണമെങ്കിൽ നല്ല വിലയാകും. ഇപ്പോൾ എല്ലാ സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും നാച്ചുറലായിട്ടും നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഔഷധ സസ്യങ്ങളിൽ നിന്നും നാച്ചുറലായിട്ടുള്ള സസ്യലതാദികളിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ ആരോഗ്യത്തിനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനുമൊക്കെ കാരണം. വെറുതെ കൊണ്ട് പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഈ മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ ഈ ഇലഞ്ഞിയുടെ തൊലി അതിനൊരു ചെറിയ കറചൊവയുണ്ട്. അപ്പോൾ അത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വായ്ക്കകത്ത് നമ്മൾ ഗാർഗിൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ പേടിക്കേണ്ടതില്ല. നമ്മുടെ ടേസ്റ്റിനെ മാറ്റുകയോ വായ്ക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുകയോ ചെയ്യില്ല. പെട്ടെന്ന് അതങ്ങ് മാറിക്കൊള്ളും. ആ കാര്യവും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ ആരോഗ്യമുള്ളവരായി മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ദി ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ ഒരുപാട് ആരോഗ്യത്തിനും ആത്മീയതയ്ക്കും ഉതകുന്ന നല്ല കാര്യങ്ങളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് യാതൊരു മുതൽ മുടക്കവും ഇല്ലാത്ത കാര്യങ്ങളാണ്. അതേസമയം ഉപകാരം ധാരാളം കിട്ടുകയും ചെയ്യും.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ മടി വിചാരിക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ അയൽപക്കത്തുള്ളവർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ധാരാളം ഉണ്ടാകും, അതിലൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിൽക്കുകയും കൂടുതൽ മറ്റുള്ളവർക്ക് സഹായവും ഉപകാരവും കിട്ടുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യാം. അങ്ങനെ കൂടുതൽ ആരോഗ്യത്തിലും ആത്മീയതയിലും ഒരു വലിയ സ്നേഹബന്ധത്തിലുമൊക്കെ നമുക്ക് വളർന്നു വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.